നമുക്ക് കോട്ടയം സ്റ്റൈല് അയലക്കറി വയ്ക്കാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത്. ഒരു 1/2 കിലോ അയലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ഒരു 2 പീസ് ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ഒരു 7-8 കൊച്ചുള്ളി, ഇത് മൂന്നും ആദ്യം നന്നായി ചതച്ചെടുക്കാം. ചതച്ച ശേഷം അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുക്, ഒരു ടേബിൾ സ്പൂൺ എടുത്തോണേ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും ഇട്ട് നന്നായി അത് പൊട്ടട്ടെ. പൊട്ടിയ ശേഷം നമുക്ക് ഈ ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി മിക്സ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ കളർ എത്തുമ്പോഴത്തേക്കിന് ഈ ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് ഇത് 2-2.5 സ്പൂൺ ഉണ്ട് കേട്ടോ. ഈ കാശ്മീരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് നന്നായി എണ്ണയിൽ മിക്സ് ചെയ്യണം. ഒരു 2-3 സെക്കൻഡ് നമുക്ക് ഇളക്കാം. അതിനുശേഷം പുളി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളത്തിൽ പുളി ഇങ്ങനെ ഇട്ട് വയ്ക്കും. എന്നിട്ട് നമുക്ക് അതൊന്ന് 2 സെക്കൻഡ് ഇരുന്ന ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിൽ നമുക്കൊന്ന് ഇതെല്ലാം പുളിയും മുളകും എല്ലാം മിക്സാകാൻ ഒരു 2 സെക്കൻഡ് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പതുക്കെ ഇട്ട് കൊടുക്കണം, കാരണം നമ്മുടെ കയ്യിലോട്ട് തെറിക്കും പൊക്കി ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് ആവശ്യത്തിന് ഇത് മുങ്ങിക്കിടക്കാൻ പറ്റുന്ന ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റെങ്കിലും മിനിമം വേകണം. ചിലർ കുടംപുളി നന്നായി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം മാത്രം ഒഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കുടംപുളിയും വെള്ളവും കൂടെ ഒഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് 20 മിനിറ്റ് മിനിമം വേവിക്കാം. 20 മിനിറ്റിന് ശേഷം നോക്കാം. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് എനിക്ക് ചട്ടി വട്ടത്തിൽ കറക്കാൻ പറ്റില്ല. അതുകൊണ്ട് മീനിനെ ശല്യപ്പെടുത്താതെ സൈഡ് വഴി ഒന്ന് ഇളക്കി ഞാൻ അടുപ്പ് ഓഫ് ചെയ്യും. ഈ ചട്ടി ചൂടുള്ളതാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം വറ്റും. അപ്പം നമ്മൾക്ക് ആവശ്യമുള്ള പരുവം എത്തുമ്പോൾ നമ്മൾ നിർത്തുക. മീൻകറി റെഡി. ഇനി ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ ഇഷ്ടമുള്ളതിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാം. താങ്ക് യു.